നമസ്കാരം. കുറെ ചോദ്യങ്ങളുമായി ചിലർ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണയായി പറയുന്ന ഒരു ഡയലോഗ്, എന്തുകൊണ്ട് തോറ്റു? സന്ദേശത്തിലെ ഡയലോഗൊക്കെ കേട്ടില്ലേ? എന്തുകൊണ്ട് തോറ്റു? സിമ്പിളായിട്ട് പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യാത്തത് കൊണ്ട് തോറ്റു, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് തോറ്റു, അല്ലെങ്കിൽ ജനങ്ങളെ ശത്രുക്കളാക്കി മാറ്റിയത് കൊണ്ട് തോറ്റു. അത്രയേ ഉള്ളൂ, സിമ്പിൾ. കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. പക്ഷേ പ്രധാനപ്പെട്ട 5-8 ചോദ്യങ്ങളുമായിട്ട് ഇപ്പോൾ CPM ഇറങ്ങിയിരിക്കുകയാണ്. അതായത് സത്യം പറഞ്ഞാൽ വേണ്ട രീതിയിൽ കള്ളവോട്ടുകൾ ചെയ്യാൻ പറ്റിയില്ല. വേണ്ട രീതിയിൽ ഈ വോട്ടേഴ്സ് പട്ടികയിൽ മരിച്ചവരുടെയും വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെയും ഒന്നും പേരുകൾ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. SIR ഒക്കെ വന്നതുകൊണ്ട് പല കാര്യങ്ങളും നടന്നില്ല. ശക്തമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ ഒരു നിയന്ത്രണം ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളിലും മാനിപ്പുലേഷൻസ്, മാൽ പ്രാക്ടീസസ്, തട്ടിപ്പൊന്നും നടന്നില്ല. അതുകൊണ്ട് തോറ്റു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം. പക്ഷെ എന്തായാലും കുറെ ചോദ്യങ്ങളുമായിട്ട് CPM എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആകെ ചേർക്കാനുണ്ടായിരുന്ന വോട്ടുകൾ എത്ര? ചേർക്കാനായ വോട്ടുകളുടെ എണ്ണം. ഇത് ശരിയായ വോട്ടാണോ കള്ളവോട്ടാണോ എന്ന് പാർട്ടിക്കാർക്ക് മാത്രമേ അറിയൂ. ചേർത്ത വോട്ടുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടികയിൽ ഉൾപ്പെടാതെ പോയത് എത്ര വോട്ട്? ഓരോ ഏരിയ കമ്മിറ്റികൾക്കും കീഴിലുണ്ടായിരുന്ന ബൂത്തുകൾ, ബൂത്ത് ശില്പശാലയിലെ പങ്കാളിത്തം, ലഭിക്കുമെന്ന് കരുതിയ വോട്ടുകളുടെ എണ്ണം, ലഭിക്കുമെന്ന് ഉറപ്പിച്ച വോട്ടുകളിൽ എത്ര എണ്ണം കിട്ടിയില്ല തുടങ്ങിയ 8 ചോദ്യങ്ങളാണ്. ഏറ്റവും അവസാനത്തെ രസം, ലഭിക്കുമെന്ന് ഉറപ്പിച്ച വോട്ടുകളിൽ എത്ര എണ്ണം കിട്ടിയില്ല. അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചത്. ആൾക്കാർ വോട്ട് ചെയ്യും എന്ന് വിചാരിച്ചു. പക്ഷെ ജനങ്ങൾക്ക് ബുദ്ധി ഉദിച്ചത് കൊണ്ടും ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി കഴിയുന്നത് കൊണ്ടും ആരും വോട്ട് ചെയ്തില്ല. അത് തന്നെയാണ് ഈ 8 ചോദ്യങ്ങളും 10 ചോദ്യങ്ങളുമായി ബൂത്ത് കമ്മിറ്റികളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും കയറി ഇറങ്ങി നിരങ്ങും. അവരാരെങ്കിലും എന്തെങ്കിലും ഉത്തരം കൊടുത്തേക്കാം. എന്തൊക്കെ വന്നാലും ശരി, വലിയ തിരിച്ചടിയുണ്ട് എന്ന് സ്വയം സമ്മതിക്കുന്നില്ല, എന്നാൽ ഉള്ളിൽ സമ്മതിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അടക്കം കണ്ണൂർ ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഒക്കെ സഖാക്കൾ പരസ്പരം എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്ന രംഗങ്ങളാണ് പല പാർട്ടി ഓഫീസുകളിലും നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് എന്ന് സഖാക്കൾ തന്നെ പറയുന്നു. AKG സെന്ററിൽ അടക്കം വലിയ തോതിലുള്ള തെറിവിളിയാണ്. മുഖ്യമന്ത്രിയെ അടക്കം ചീത്ത വിളിച്ചുകൊണ്ടാണ് സഖാക്കൾ രംഗത്ത് വരുന്നത്. ഇനിയിപ്പോ ചോദ്യങ്ങളുമായി ഇറങ്ങുകയാണ്. ഒന്നുമില്ല, ജനങ്ങളിൽ നിന്ന് അകന്നു, ജനങ്ങളെ വെറുപ്പിച്ചു, ജനങ്ങളെ വെറും മണ്ടന്മാരായിട്ടും കാവൽ പട്ടികളായിട്ടും കണക്കാക്കി. അങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യില്ല. ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. സഖാക്കൾ പോലും വോട്ട് ചെയ്യില്ല. പിന്നെയും കുറെ വോട്ട് കിട്ടുന്നത് ഈ തൊലഞ്ഞു പോട്ടെ എന്ന് കരുതി പഴയ ചില സഖാക്കളൊക്കെ ഉണ്ട്. പാർട്ടിക്ക് ഈ അരിവാൾ ചുറ്റികയ്ക്ക് മാത്രം വോട്ട് ചെയ്യാൻ അറിയാവുന്നവർ, അവർ വേറെ ചിഹ്നങ്ങളൊന്നും കാണില്ല. അങ്ങനെ കുറെ പേരുണ്ട്. അവർക്ക് എതിർപ്പുണ്ടാവും പാർട്ടിയോട്, പക്ഷേ അവർ വോട്ട് ചെയ്യുന്നത് പാർട്ടിക്കായിരിക്കും. അങ്ങനെയാണ് ഇത്രയെങ്കിലുമൊക്കെ ചെറിയ തോതിലുള്ള ഒരു മുന്നേറ്റമോ അല്ലെങ്കിൽ കുറച്ച് വോട്ടുകളോ സീറ്റുകളോ ഒക്കെ കിട്ടിയത്. ഇനി ചോദ്യങ്ങളുമായി എത്തുകയാണ്. ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരം ആര് നൽകും? പാർട്ടിക്കാർ നൽകണം. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇതുമായി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം അറിയാമല്ലോ. ഇത് പക്ഷേ പൊതുജനങ്ങൾക്കായുള്ള ഒരു സർവേ അല്ല. ഇത് ബൂത്തിൽ വോട്ട് ചേർക്കുന്നതും എന്തൊക്കെയോ അതിനകത്ത് തരികിട കാണിക്കാൻ പറ്റിയില്ല. എത്ര കള്ളവോട്ടുകൾ ചെയ്തു എന്ന ഒരു ചോദ്യം കൂടെ വേണമായിരുന്നു. ഉദ്ദേശിച്ച അത്ര കള്ളവോട്ടുകൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് തുടങ്ങിയ ഒരു ചോദ്യം കൂടെ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു.